الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹനിധേയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകം മുഴുവൻ കാൽപന്ത് കളിയിലേക്ക് ചുരുക്കപ്പെട്ടൊരു സമയമാണിത്. ഓരോ 4 വർഷം കൂടുന്ന സമയത്തും ലോകകപ്പെന്ന പേരിൽ പല രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചിലപ്പോഴൊക്കെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള കളികളും വിനോദങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഒരുപക്ഷെ അതിന്റെ ലഹരിയിലേക്ക് നമ്മുടെ നാട് പോലും എത്തിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകകപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും മറ്റു പല രാജ്യങ്ങൾക്ക് വേണ്ടിയും പല ആളുകളും തോരണങ്ങളും ഫ്ലക്സുകളും ഒക്കെയായി അതിന്റെ എല്ലാവിധ ലഹരിയും നുകർന്നുകൊണ്ട് വലിയ താല്പര്യത്തോടുകൂടി കളികൾ കാണാനും ചർച്ച ചെയ്യാനുമൊക്കെ തുടങ്ങിയ ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. കാരണം കഴിഞ്ഞ ദിവസമാണ് അതിന്റെ കിക്ക് ഓഫ് നടന്നതെങ്കിൽ ഇനിയങ്ങോട്ടുള്ള ഒരുപാട് ആഴ്ചകൾ 100-ലധികം മത്സരങ്ങളായി നിരന്തരമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലേക്കും മറ്റുമൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം നമ്മളിങ്ങനെ ജനങ്ങളെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു വിഭാഗം
ഇത്തരത്തിലുള്ള ഏത് കളിയുണ്ടെങ്കിലും അതിൽ പൂർണ്ണമായി സജ്ജരായി അവരുടെ സമയവും സമ്പത്തുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതൊരു ലഹരിയായി തന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമായി അതിൽ ഒരുപാട് അറിവുള്ള ആളായിട്ടൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ രണ്ടാമത്തൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏത് കളിയുണ്ടെങ്കിലും വിനോദങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഒഴിവാക്കി ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും നിഷേധിക്കുന്ന രൂപത്തിൽ ഇതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രണങ്ങൾ വരുത്തുന്നവരെയും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ സത്യത്തിൽ എന്താണ് കളികളുമായി വിനോദങ്ങളുമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ എന്താണ് പഠിപ്പിക്കപ്പെട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഇങ്ങനെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ പൂർണ്ണമായും ഒരു കളിയെയും അല്ലാഹു സുബ്ഹാനഹു വതആലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ ആ തരത്തിൽ വിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ ശാരീരികമായ ഉന്മേഷത്തിനും കായികമായ ഉണർവിനും വേണ്ടി അവൻ ഏതെങ്കിലും തരത്തിലുള്ള കളികളും വിനോദങ്ങളും ഏർപ്പെടുന്നത് ഇസ്ലാം അനുവദിച്ചു എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ അതിന്റെ ലക്ഷ്യമനുസരിച്ചുകൊണ്ട് നീയത്തനുസരിച്ചുകൊണ്ട് അതൊരു നന്മയായി കൊണ്ടുവരെ രേഖപ്പെടുത്തപ്പെടും എന്ന നിലക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ, എന്ത് കളിയാവട്ടെ, അത് കേവലം ഒരു ഫുട്ബോളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ക്രിക്കറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പല ആളുകളും ജിമ്മിന് വേണ്ടിയും മറ്റുമൊക്കെയായി, ടെന്നീസുമൊക്കെയായി രാവിലെയും വൈകുന്നേരവും ഒക്കെ തങ്ങളുടെ ശരീരം ഒന്ന് ഉന്മേഷമാക്കാൻ വേണ്ടി പല കളികളിലും ഏർപ്പെടാറുണ്ട്. അതിലൊക്കെ എന്താണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഒന്നാമത്തെ വിഷയം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാരീരികമായോ മാനസികമായോ ആയ കരുത്ത് നൽകുന്നതാവണം കളി. ഒരാൾ ഒരു കളിയിലേക്ക് എത്തുമ്പോൾ അയാളുടെ സമയം പോകുക എന്നുള്ളത്, സമയം പോകാൻ വേണ്ടി കുറച്ചേരം എങ്ങനെ കാണും, ആ ഒരു ശൈലിയല്ല. മറിച്ച് ആ കളി കളിക്കുന്നതിലൂടെ ഒന്നുകിൽ അയാൾക്ക് ശാരീരികമായ ഒരു ഉന്മേഷം കിട്ടണം, അതല്ലെങ്കിൽ മാനസികമായി കൊണ്ടെങ്കിലും ഒരു ഉന്മേഷം അത്തരത്തിലുണ്ടെങ്കിൽ അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന നിലക്കാണ് എണ്ണപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ശക്തനായ മുഅ്മിനാണ് ദുർബലനായ മുഅ്മിനിനേക്കാൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും ഖൈറായിട്ടുള്ളവൻ. ഈ ഒരു വാചകം പറയുമ്പോൾ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇവിടെ ശക്തൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവന്റെ ഈമാനികമായ ശക്തത എന്ന് തന്നെയാണ്, അതിൽ സംശയമില്ല. എന്നാൽ അതോട് കൂടി ചേർത്ത് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ കരുത്തുണ്ടാകുമ്പോഴാണ് അവന് പള്ളിയിലേക്ക് വരാൻ കഴിയുക, ശാരീരികമായ ഉണർവുണ്ടാകുമ്പോഴാണ് അവന് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ കഴിയുക, ശാരീരികമായ കഴിവുകളുണ്ടാകുമ്പോഴാണ് അവന് റുക്കൂ ചെയ്യാനും സുജൂദ് ചെയ്യാനും എന്തിനേറെ നോമ്പെടുക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ജിഹാദിന് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ അവിടെ പോലും ആ കരുത്തുണ്ടാവണം. അതുകൊണ്ടൊരു കരുത്തുണ്ടാകുക എന്നുള്ളത്, ഒരു ഉന്മേഷമുണ്ടാക്കുക എന്നുള്ളത്, തന്റെ അവയവങ്ങൾക്കൊക്കെ ഒരു ബലമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തിൽ ഒരാൾ അത്തരത്തിലുള്ള വല്ല കളികളിലേക്കും ഇറങ്ങുന്നത് ഗുണകരമായ ഒരു കാര്യമാണ്. എത്രത്തോളം എന്നാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചില നാടുകളിലേക്ക് അയച്ച കത്തുകളിൽ കാണുവാൻ സാധിക്കും, അല്ലിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, അസ്സിബാഹ, നീന്തൽ പഠിപ്പിക്കണം, വരിമായ, അമ്പെയ്ത്ത് നിങ്ങൾ പഠിപ്പിക്കണം, വറുകൂബൽ ഖൈൽ, കുതിര സവാരി, കുതിരയോടിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് അത് നിങ്ങളെ മക്കളെ ചെറിയ പ്രായം തൊട്ടേ പഠിപ്പിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അവിടെ ഉമർ റളിയല്ലാഹു അൻഹു നമ്മളെക്കാൾ ദീനുള്ള ആളാണ്. ഇന്ന് ലോകത്ത് ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ അവരെക്കാൾ അറിവും വിജ്ഞാനവും ഈമാനും ഒക്കെ ഉള്ളവരാണ്. അവരാരും പറഞ്ഞില്ല കുട്ടികളുള്ള സമയം മുഴുവൻ ഖുർആൻ പഠിച്ചോട്ടെ, ഉള്ള സമയത്ത് മുഴുവൻ അവർ ദീന് പഠിക്കട്ടെ, അവരെല്ലാ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കട്ടെ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അവർക്ക് നീന്തൽ പഠിക്കാം, അവർക്ക് അമ്പെയ്ത്ത് പഠിക്കാം, അവർക്ക് കുതിര സവാരി പഠിക്കാം. എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അതിനെ പ്രോത്സാഹിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രം മഹാനായ സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. മർറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നഫരിൻ മിൻ അസ്ലം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോവുക. അപ്പൊ അസ്ലം ഗോത്രത്തിലുള്ള കുറച്ച് കുട്ടികൾ ഇങ്ങനെ അവർ അമ്പെയ്ത്ത് മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ഇർമൂ ബനി ഇസ്മായിൽ, ഇസ്മായിൽ സന്തതികളെ നിങ്ങൾ അറിയും, അമ്പെയ്യും. ഫഇന്ന അബാകും കാന റാമിയ, നിങ്ങളുടെ വാപ്പയൊക്കെ നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ അന മഅ ബനി ഫുലാൻ. ആ രണ്ട് ടീമിനെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാ ഈ ടീമിന്റെ കൂടെ ഞാനുണ്ട് ട്ടോ. അപ്പോ മറ്റേ ടീം പറയാണ്, ഫഅംസക അഹദുൽ ഫരീഖൈനി ബിഐദിഹിം. നബി ഒരു കൂട്ടത്തിൽ കൂടിയപ്പോ മറ്റേ വിഭാഗം പറയുന്ന ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് മാറി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലക്കും ലാ തർമൂൻ, അല്ല നിങ്ങളെന്താ അമ്പയ്യാത്തത്, നിങ്ങളെന്താ മത്സരത്തിനില്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവര് പറയാണ്, കൈഫ തർമി കൈഫ നർമി വ അൻത മഅഹും, ഞങ്ങൾ എങ്ങനെ എറിയും, നിങ്ങൾ അവരുടെ കൂടെ കൂടുക, എന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് നിൽക്കേ, അതുണ്ടാവും. അപ്പോ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇർമു ഫഅന മഅകും കുല്ലുക്കും, നിങ്ങൾ എറി, ഞാൻ രണ്ട് ടീമിന്റെ കൂടെയും, ഞങ്ങൾ രണ്ട് ടീമിന്റെ കൂടെയും കൂടി. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പെയ്ത്ത് മത്സരം നടത്തുന്നവരോട് ഇറങ്ങിപ്പോവിടുന്ന്, പോയി പള്ളി പോയിരുന്നിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അവരോടൊന്ന് വേറെ ഏതെങ്കിലും തരത്തിൽ ദീനിയായ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞില്ല. മറിച്ച് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക ചെയ്തു. നബി അവരുടെ കൂടെ കൂടുകയാ ചെയ്തു. ഇത് കേവലം ഒരു സംഭവത്തിന് മാത്രമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓട്ട മത്സരം നടത്തി എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. സ്വഹീഹായ ഹദീസുകളിലുള്ള കാര്യം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖറജ്തു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദ് അസ്ഫാരി, ഒരു യാത്രയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ അങ്ങനെ പോവുകയാണ്. വഅന ജാരിയത്തുൻ ലം അഹ്മിൽ ലഹ്മ വലം അബ്ദുൻ, ഞാൻ ആ സമയത്ത് തടിയൊന്നുമില്ലാത്ത മെലിഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു. ഫഖാല ലിന്നാസ്, നബിയും സഹാബത്തും എല്ലാവരും കൂടിയിട്ടാ പോണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോടായിക്കൊണ്ട് പറഞ്ഞു, തഖദ്ദമു, നിങ്ങൾ വേഗം പോയി, നമ്മളെല്ലാവരും വേഗം പോയി. തഖദ്ദമു, അപ്പൊ എല്ലാവരും വേഗത്ത് പോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുമ്മ ഖാല ലി, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, തആലൈ ഹത്താ ഉസാബിഖ, നമുക്കൊരു മത്സരം നടത്താം, നമുക്കൊരു ഓട്ട മത്സരം നടത്താം. കാരണം അവിടെ വേറെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി. തന്റെ ഭാര്യയ്ക്കുള്ള എല്ലാ സ്വകാര്യതയും നൽകി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമുക്കൊരു മത്സരം നടത്താം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും കൂടി ഒരു ഭാഗം നിർണയിച്ച് അങ്ങോട്ട് ഓടി. ഹദീസിൽ കാണുവാൻ സാധിക്കും, ഫസബഖ്തുഹു, അങ്ങനെ ഞങ്ങൾ മത്സരം നടത്തി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാജയപ്പെടുത്തി. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഫസക്കത അന്നി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞില്ല. ഹത്താ ഇദാ ഹമൽതു ലഹ്മ വബുദുൻതു നസീതു, അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം തടിയൊക്കെ വെക്കാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഞാനാകട്ടെ ഈ കാര്യമൊക്കെ മറക്കും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ തടിയൊക്കെ വന്ന് ഓടാനൊക്കെ ഒരു പ്രയാസമായ ഒരു സമയമായി. പിന്നെ ഒരു യാത്ര പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ ആളുകളോട് പറഞ്ഞു, ഇവിടെ വേദം നടന്നു തുടങ്ങി. അങ്ങനെ സ്വഹാബത്ത് എല്ലാവരും മുന്നിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, നമുക്ക് ഇപ്പോൾ ഇത്തവണ ഒന്നും കൂടി ഒരു ഓട്ട മത്സരം നടത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും വീണ്ടും ഓട്ട മത്സരം നടത്തി. ഹദീസിൽ കാണുവാൻ സാധിക്കും, ഫസബഖ്തുഹു ഫസബഖനി, ആ ഒരു മത്സരം നടത്തി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ മുൻകടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചു. ഫജഅല യദ്ഹഖു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറയാണ്, ഹാദിഹി ബിതിൽക, അന്നിന്നെ തോൽപ്പിച്ചില്ലേ, ഇതന്നെ ഇപ്രാവശ്യം ഞാനും തോൽപ്പിച്ചു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തിന്റെ ആ ഒരു മഹത്വം കൂടിയാണ് ബോധ്യപ്പെടുത്തുന്നത്, ആ ഒരു അടുപ്പം കൂടിയാണ് ബോധ്യപ്പെടുത്തുന്നത്. പലപ്പോഴും പല ആളുകളും തന്റെ ഭാര്യമാരോടൊക്കെ കടിച്ചു തുടച്ച് വർത്തമാനം പറഞ്ഞ് ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കളിയും ചിരിയും ആനന്ദവും ഒക്കെ ആയിട്ടാണ് അവരുടെ കുടുംബജീവിതം കഴിച്ചുകൂട്ടിയത്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മത്സരത്തിന് പ്രചോദനം നൽകി.
ഈ ഇത് മാത്രമാണോ? നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും ഗുസ്തി മത്സരങ്ങൾ നടക്കാറുണ്ട്. പണ്ട് കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പല സ്വഹാബിമാരും നടത്തിയിരുന്നു. എത്രത്തോളം എന്നാൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം, മക്കയിലെ പ്രബോധനം ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താഴ്വരയുടെ ഭാഗത്തുകൂടി ഇങ്ങനെ പോവാണ്. അവിടെ ഒരു മനുഷ്യരുണ്ടായിരുന്നു, റുക്കാന എന്നയാളുടെ പേര്. ഹദീസിൽ കാണുവാൻ സാധിക്കും, റുക്കാന. അയാൾ ആ നാട്ടിലെ ആ ഖുറൈശി ഗോത്രത്തിൽ തന്നെ കരുത്തനായ ഒരു മല്ലനായിരുന്നു. എല്ലാവരെയും ഗുസ്തിയിൽ തോൽപ്പിക്കുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോകുമ്പോ ഈ റുക്കാന ആടിനെ മേച്ചിങ്ങനെ നിൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരാളെ കാണുമ്പോഴും അയാൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ച് ഈ റുക്കാനൊക്കെ പറഞ്ഞു കൊടുത്തു. റുക്കാനക്ക് അത്യാവശ്യം അഹങ്കാരം ഉണ്ടായിരുന്നു തന്റെ ശരീരത്തിന്റെ വിഷയത്തിൽ. താൻ നല്ല കരുത്തനാണെന്ന ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റുക്കാന പറഞ്ഞു, മുഹമ്മദ്, ഞാൻ വേണമെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ തോൽപ്പിക്കണം. മല്ല യുദ്ധത്തിൽ എന്നെ തോൽപ്പിക്കാണോ ഞാൻ ഇസ്ലാം സ്വീകരിക്കാം. കാരണം റുക്കാനയുടെ ധൈര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെ ഒരിക്കലും ഒരാൾക്ക് തോൽപ്പിക്കാൻ കഴിയൂല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കാനയുമായി മത്സരം നടത്തി. ഹദീസിൽ കാണുവാൻ സാധിക്കും, ആ മല്ലനായിട്ടുള്ള റുക്കാനയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തറപറ്റിച്ചു. റുക്കാന അത്ഭുതപ്പെട്ടു. കാരണം അതുവരെയും ഒരാളും തോൽപ്പിക്കാത്ത ആളാണ്. അപ്പൊ അയാൾ വീണ്ടും പറഞ്ഞു, മുഹമ്മദ്, ഒരു തവണ കൂടി ഉണ്ടോ? കാരണം ഒന്നാമത്തെ ചിലപ്പോൾ എനിക്ക് ഒരു അടി തെറ്റിയതായിരിക്കാം എന്ന ചിന്തയാ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മത്സരിച്ചു. വീണ്ടും റുക്കാനയെ പരാജയപ്പെടുത്തി. അപ്പോഴും അയാൾ പറഞ്ഞു, ഒരു തവണ കൂടിയുണ്ട്. മൂന്നാമത്തെ തവണയും പരാജയപ്പെടുത്തിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു അവസ്ഥയല്ല. അയാൾ തന്റെ മുഴുവൻ ആടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓഫർ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം നിരസിച്ചു. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചില്ല. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, മക്ക വിജയത്തിന്റെ സമയത്ത് അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇസ്ലാമിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശാരീരികമായ ഉണർവിന് വേണ്ടിയും മാനസികമായ കരുത്തിനു വേണ്ടിയും വല്ല കളികളോ വിനോദങ്ങളോ ഏർപ്പെടുന്നത് കുറ്റകരമായ ഒരു കാര്യമല്ല. എന്നാൽ രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള ലോകകപ്പുകളും ഫുട്ബോളുകളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ വിഷയം, ഒരു നിലക്കും ഏതൊരു കളിയാവട്ടെ വിനോദമാവട്ടെ അവന്റെ ആരാധനകളിൽ വീഴ്ച വരുത്തുന്നതാകാൻ പാടില്ല. തന്റെ നിസ്കാരത്തിനെ ബാധിക്കുന്നതാകാൻ പാടില്ല. തന്റെ ദീനിയായ ഏതെങ്കിലും ഒരു കാര്യത്തെ ബാധിക്കുന്നതാകാൻ പാടില്ല. അങ്ങനെയായിരിക്കണം അവൻ കളിയെ കാണേണ്ടത്. ആ രൂപത്തിലെ അവൻ കളിക്കാൻ അനുവാദം. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണല്ലോ നിസ്കാരം. നബി സല്ലല്ലാഹു വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് തന്നെ കാണുവാൻ സാധിക്കും, ഇന്നസ്സലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. തീർച്ചയായും നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമാണ്. വിശ്വാസികൾക്ക് അത് സമയബന്ധിതമാണ്. ആ സമയത്ത് തന്നെ നിർവഹിക്കും. സമയത്ത് തന്നെ നിർവഹിക്കും. ആ സമയം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിച്ചു നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63 കൊല്ലത്തിനിടയിൽ ഒരൊറ്റ സമയം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരത്തിന്റെ സമയം തെറ്റി നിസ്കരിക്കേണ്ടി വന്നത്. ഒരൊറ്റ സമയത്ത്, ഖന്തക് യുദ്ധത്തിന്റെ സമയത്ത്. ഖന്തക് യുദ്ധം, കിടങ്ങ് കുടിച്ചിട്ടുണ്ട്. ആ കിടങ്ങിന്റെ അപ്പുറത്ത് ശത്രുക്കൾ നിൽക്കാണ്. അവർ ഒരു ചാൻസ് കിട്ടുന്ന സമയത്തെല്ലാം ആ കിടങ്ങ് മുറിച്ച് മദീനത്തേക്ക് അവർ കയറുന്നുണ്ട്. മുസ്ലിമുകളുടെ ഭാഗത്തേക്ക് വന്ന് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ജാഗരൂകരായി നിൽക്കണം. കാരണം അവരൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ശത്രുക്കൾ കാത്തിരുന്നു. ചരിത്രത്തിൽ തന്നെ കാണാൻ പറ്റും, ശത്രുക്കൾ പറയുന്നുണ്ട്, മുഹമ്മദും കൂട്ടരും കുറച്ചു കഴിഞ്ഞാൽ പോകും, അപ്പൊ നമുക്ക് അവരെ മുഴുവനായിട്ട് അറ്റാക്ക് ചെയ്യണം. ആ ഒരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീട്ടിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ടല്ല ആ സമയം നീട്ടിപ്പോയത്. അസറിന്റെ സമയം എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കത്തിൽ തന്നെ നിർവഹിക്കേണ്ടതാ.
പക്ഷെ അത് നീട്ടി അവസാനം അസ്ർ നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു, സൂര്യൻ അസ്തമിക്കുന്ന അവസ്ഥയായി. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും അസ്ർ നമസ്കരിക്കാൻ കഴിഞ്ഞത്. ഹദീസിൽ കാണുവാൻ സാധിക്കും, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരൊറ്റ വഖ്ത്, ഒരേ ഒരു വഖ്ത് നഷ്ടപ്പെടുത്തിയ ആ ഒരു വിഭാഗത്തിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറാ. അല്ലാഹുവേ, അവരുടെ ഖബറുകളിലും അവരുടെ വീടുകളിലും നരകം നീ നിറയ്ക്കണമേ. ഒരൊറ്റ വഖ്ത് നഷ്ടപ്പെട്ടു. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കണം, എത്ര വഖ്തുകൾ, എത്ര സമയം തെറ്റിയിട്ടാണ് നമ്മൾക്ക് നിസ്കരിക്കുക. ഒരു പ്രശ്നമില്ല. ഇപ്പൊ പല ആളുകളും ഇനി മുതൽ കളി കാണാൻ വേണ്ടി പോകുന്ന സമയം പലപ്പോഴും അവരുടെ രാത്രി ഒഴിവാക്കണം. രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റ് അവർ കളി കാണും. എന്നിട്ട് അവരുടെ സുബഹ് നമസ്കാരമോ അതൊരു ഉറക്കം തൂങ്ങിക്കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അത് ഒഴിവാക്കണം. ആ സമയത്ത് അതിനൊന്നല്ല, ആ 90 മിനിറ്റ് കളി കാണാൻ അവർക്ക് സമയമുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു 10 മിനിറ്റ് നമസ്കാരം നിർവഹിക്കാൻ രാത്രി 1:30 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് 2 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് എന്റെ റബ്ബിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാത്രി നിസ്കാരം തഹജ്ജുദിന് വേണ്ടി ജീവിതത്തിൽ എന്നെങ്കിലും, കാരണം കഴിഞ്ഞ 2022 ലോകകപ്പ് ഉണ്ടായിട്ടുണ്ട്, ക്രിക്കറ്റ് ലോകകപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, അതിനു മുമ്പുണ്ടായിട്ടുണ്ട്. പലപ്പോഴും മറ്റു രാജ്യങ്ങളിലായതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ പാതിരാക്ക് തന്നെയായിരിക്കും പല കളികളും ഉണ്ടാവുക. അതിനൊക്കെ എഴുന്നേറ്റുകൊണ്ട് ഞാൻ ആ കളി കണ്ടു, ഈ കളി കണ്ടു, ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ കളി കണ്ടത്. എന്നാൽ എന്നെങ്കിലും ഒരു ദിവസം എഴുന്നേറ്റിട്ട് എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാനൊന്ന് സുജൂദ് ചെയ്യട്ടെ, എനിക്ക് പറയാനുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് ഞാൻ എന്റെ റബ്ബിനോട് ഒറ്റക്കൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തഹജ്ജുദിനു വേണ്ടി നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കണം. ഇനി മൂന്നാമത്തെ വിഷയം കളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സമ്പത്ത് ദൂർത്ത് ചെയ്യാൻ പാടില്ല എന്ന്. അത് കളിയുടെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലുള്ളതാ. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ, നീ ഒരിക്കലും തന്നെ ദൂർത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ, തീർച്ചയായും ദൂർത്തടിക്കുന്നവർ അവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ, തീർച്ചയായും പിശാചാകട്ടെ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. അള്ളാഹു പറയാം, നീ ഒരിക്കലും ദൂർത്ത് കാണിക്കരുത്. അതെല്ലാ വിഷയത്തിലും നിങ്ങൾ നോക്ക്. ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ അള്ളാഹ് പറഞ്ഞു, കുലു വശ്റബു, നിങ്ങൾ തിന്നോളിയും കുടിച്ചോളിയും, വലാ തുസ്രിഫു, നിങ്ങൾ ദൂർത്ത് കാണിക്കരുത്. ഭക്ഷണത്തിന്റെ വിഷയത്തിലാണ് പറയണത്, അതിൽ പോലും നിങ്ങൾ ദൂർത്ത് കാണിക്കരുത്. വുദൂ എടുക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒഴുകുന്ന വെള്ളത്തിലാണ് നിങ്ങൾ വുദൂ എടുക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ദൂർത്ത് കാണിക്കരുത്. ആ പഠിപ്പിക്കപ്പെട്ട ഖൗമാണ് ഇന്ന് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഫ്ലക്സുകൾ ഉണ്ടാക്കുന്നത്, ലക്ഷങ്ങൾ മുടക്കിയിട്ട് വീട് മോടി പിടിപ്പിക്കുക. ഏതോ ഒരു രാജ്യത്തിന്റെ ഫ്ലക്സ്, ഏതോ ഒരു രാജ്യത്തിന്റെ ഫ്ലാഗ്, ഏതോ രാജ്യത്തിന്റെ നേതാവ്, ഏതോ രാജ്യത്തിന്റെ കളിക്കാരൻ, അവർക്ക് വേണ്ടി ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ. നമ്മൾ സ്വന്തം നാടിന്റെ ഒരു പതാകയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു രാജ്യസ്നേഹത്തിന്റെ പേരിലാണ്. താൻ ജോലി ചെയ്യുന്ന നാട്ടിലാണെങ്കിൽ തനിക്ക് ഭക്ഷണം തരുന്ന നാടാണെന്നെങ്കിലും പറയാം. ഇന്ന് വരെ ആ നാട് കണ്ടിട്ടില്ല, ആ നാട്ടിലെ വ്യക്തികളെ അറിയൂല, ഒരാൾക്കും നമ്മളെ പരിചയമില്ല. ആർക്ക് വേണ്ടിയായി തർക്കം നടത്തുന്നത്? ഏതെങ്കിലും ഒരു രാജ്യം ഒരു 100 അടി ഫ്ലക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ 200 അടി ഉണ്ടാക്കും, അവർ 200 ആക്കിയോ ഞങ്ങൾ 300 ഉണ്ടാക്കും. ഞാൻ ഈ വിഷയം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചു, എത്രയാണ് ഒരു ഫ്ലക്സ് അടിക്കണം എന്നുണ്ടെങ്കിൽ ചെലവ് എത്രയാണ് വരുന്നത്? ഇതൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചത്. അപ്പോഴാണ് അറിയണത് 50,000 മുതലൊക്കെയാണ് പല ആൾക്കാരും ഇറക്കണത്. 50,000 മുതൽ. ചെറിയ ചെറിയ ഫ്ലക്സിന്റെ കാര്യമില്ല ഞാൻ പറയണത്. അതിങ്ങനെ മീറ്റർ കണക്കിനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ വലിയ വലിയ സംഭവമാക്കി കൊണ്ടിറക്കുക. ആർക്ക് വേണ്ടി? ഇത് പറയുമ്പോൾ എന്താണെന്നറിയോ, നിങ്ങൾ ഇപ്പോഴും ഈ ലോകത്തൊന്നും ഉള്ളത്, നിങ്ങളൊക്കെ എപ്പോഴും തന്ത വൈബിലാണ്.
നിങ്ങൾ കുറച്ചൊക്കെ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങണം. ഇറങ്ങിയിട്ടല്ലേ പറയണത്. തൊട്ടടുത്ത വീട്ടിലൊരു പക്ഷേ രോഗിയായി, ക്യാൻസർ രോഗിയായി കിടക്കുന്നുണ്ടാകും. അയാളുടെ മരുന്നില്ലാതെ അയാൾ അവിടെ കിടക്കാണ്. അയാൾക്കൊരു 100 രൂപ കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അന്നുണ്ടാവൂല ഈ ചെറുപ്പക്കാരുടെ കയ്യിലെ പൈസ. എത്ര വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്ത്. എന്തിനേറെ ഒരു ദീനിന്റെ കാര്യത്തിന് വേണ്ടി, ഒരു പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി, ഒരു ഫ്ലക്സ് വെക്കാൻ വേണ്ടി പറയുമ്പോഴേക്ക് അതിന് എന്തെല്ലാം കാരണങ്ങളാ പറയാ. പണം എവിടെ, ജോലി എവിടെ, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്നാ ഇതിനു വേണ്ടിയിട്ട് പൈസ മുടക്കണം. എന്താ പ്രിയപ്പെട്ടവരെ പടച്ചവനോട് പറയുന്നു? ആ ഒരു ചോദ്യം ഞാൻ പരലോകബോധമുള്ളവരോട് അത് പറയുന്നു. പരലോകബോധം ഇല്ലാത്തവർക്ക് പിന്നെ എന്തും ചെയ്യാം. കാരണം അവർക്ക് പിന്നെ അതില്ല, അവർക്ക് ആ ബൗണ്ടറി ഇല്ല. അവർക്ക് തോന്നിയ പോലെ ചാടിക്കളിക്കും, ഒരു പ്രശ്നമില്ല. പക്ഷെ പരലോകബോധമുള്ളവനാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പൈസ മുടക്കുമ്പോൾ മനസ്സിലാക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഖംസിൻ, അല്ലെങ്കിൽ ഹത്താ യുസ്അല അൻ 40. രണ്ട് രൂപത്തിൽ ഹദീസ് കാണുവാൻ സാധിക്കും. ഒരാൾക്ക് നാളെ പരലോകത്ത് അവന്റെ കാലുകൾ ഉയർത്താൻ കഴിയില്ല. ചില ചോദ്യങ്ങൾ അവനോട് ചോദിക്കും. ആ ചോദ്യത്തിന് അവൻ മറുപടി പറയാതെ, അതിലൊരു ചോദ്യം എന്താണെന്നറിയോ? വഅൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബഹു, അതെവിടുന്ന് സമ്പാദിച്ചു. വഫീമ അൻഫഖഹു, അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു, എവിടുന്ന് സമ്പാദിച്ചു എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമ്മൾ പറയാം. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വലിയ സംഭവമായിട്ട് പറയും. എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, ഉറപ്പിച്ച് പറയാൻ പറ്റും, എന്റെ സമ്പത്തിൽ നയാ പൈസ ഹറാമിന്റെ പൈസ അല്ല. ശരി, അത് മാത്രം മതിയോ? വഫീമ അൻഫഖഹു എന്നുള്ള പ്രയോഗം കൂടിയുണ്ട്. എന്തിനു വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റണം. 5ന്റെ പൈസ ഞാൻ ഹറാമായ കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും രാജ്യത്തിനെ നമ്മൾ ഇഷ്ടപ്പെടണ്ട എന്നോ അവരുടെ കളിക്കാരുടെ കളി കാണണ്ട എന്നോ അല്ല ഈ പറയണത്. മറിച്ച് അതിനു വേണ്ടി ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്തുക, അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 4ാമത്തെ വിഷയം, ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കാര്യമായി കാണുന്ന ഒരു കാര്യമാണ് പന്തയങ്ങൾ നടത്തുന്നത്. പന്തയങ്ങൾ നടത്തുക, ബെറ്റ് വെക്കുക. എന്താ വിശുദ്ധ ഖുർആനിന്റെ നിയമം? സത്യവിശ്വാസികളെ വിളിച്ചു പറയണം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, തീർച്ചയായും മദ്യവും ചൂതാട്ടവും അതുപോലെ തന്നെ പ്രതിഷ്ഠകളും ഭാഗ്യ പരീക്ഷണത്തിലുള്ള അമ്പുകളുമെല്ലാം റിജുസും മിൻ അമലി ശൈത്താൻ, ശൈത്താന്റെ ദുർവൃത്തികളിൽ പെട്ടതാണ്, മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. ഇവിടെ അല്ലാഹ് എണ്ണി പറഞ്ഞ കാര്യം മൈസിർ, പന്തയം നടത്തുക, ചൂതാട്ടം നടത്തുക, ഇന്ന ടീമിന് വേണ്ടി, ആ ടീം ജയിക്കും. അപ്പൊ മറ്റേ ആള് പറയില്ല ജയിക്കൂല, അന്നാ പൈസക്കുണ്ടോ. അല്ലെങ്കിൽ ഇന്നയാൾ ഗോളടിക്കും. എന്നിട്ട് പണത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ചില ആളുകൾ മുടിമൊട്ടയടിക്കും, മീശ പഠിച്ചു കളയും, എന്തെല്ലാം കാര്യങ്ങൾ. ഏതോ ഒരു നാടിനു വേണ്ടി പരിഹാസിനക കോമാളികളായി മാറും. അതാ വാക്ക് പറയും. ഇത്തരത്തിൽ പന്തയങ്ങൾ നടത്തുന്ന ആളുകൾ അള്ളാനെ ഭയപ്പെട്ടു. കാരണം ഇതൊക്കെ അള്ളാന്റെ മുന്നിൽ എത്തപ്പെടും, നമ്മൾ ചോദ്യം ചെയ്യപ്പെടും ചെയ്യും, അതിൽ സംശയമല്ല. 5ാമത്തെ വിഷയം, അന്ധമായ അനുകരണങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അന്ധമായ അനുകരണങ്ങൾ. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ടീമായി അല്ലെങ്കിൽ ആ ടീമിന്റെ കൂടെ നിന്നു എന്നുള്ളതല്ല, മറിച്ച് ആ ടീമിലെ ആളുകൾ എങ്ങനെയാണോ അങ്ങനെ. അയാളുടെ ശരീരത്തിൽ എവിടെയാണോ ടാറ്റു ഉള്ളത് അതേപോലെ എന്റെ ശരീരത്തിലും വേണം. അയാൾ എങ്ങനെയാണോ മുടി വെട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ എന്റെ മുടിയും വെട്ടണം. അയാൾ എങ്ങനെയാണോ വസ്ത്രം ധരിച്ചിട്ടുള്ളത് അതുപോലെ എന്റെ വസ്ത്രം ധരിക്കണം. ഈ രൂപത്തിൽ അന്ധമായ വ്യക്തിപൂജകളിലേക്ക്, അനുകരണങ്ങളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം, അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് അവൻ ഈ ദുനിയാവിൽ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവന്റെ കൂടെയായിരിക്കും. ഈ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഒരു കാരണമുണ്ട്. ഹദീസിൽ കാണുവാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അനിസ്സാ, അന്ത്യദിനത്തെക്കുറിച്ച് ചോദിച്ചു. മത്തസ്സാ എന്ന ചോദ്യം, എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയാണ്, വമാദാ അഅദത്ത ലഹ, നീ ആ ഒരു അന്ത്യദിനത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി നീ എന്താ തയ്യാറാക്കിയിട്ടുള്ളത്? അപ്പൊ അയാൾ പറയാണ്,
ഇല്ലാ അന്നി ലാ ശൈഅ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു. അല്ലാഹുവിനോടും റസൂലിനോടും ഇഷ്ടമില്ലാത്ത വേറൊന്നും എന്റെ കയ്യിലില്ല. ഞാൻ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് നിസ്കാരം നോമ്പൊക്കെ ഉണ്ട്, മറ്റൊരു റിവായത്തിൽ കാണാൻ പറ്റും. അതിനപ്പുറത്തേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമുണ്ട്, അത് മാത്രം പഞ്ചെടുത്തത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻത മഅ മൻ അഹ്ബബ്ത. നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവന്റെ കൂടെയാണ് നീ ഉണ്ടാവുക. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യണ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയും സന്തോഷകരമായ ഒരു വാർത്തയും ഞങ്ങൾ കേട്ടിട്ടില്ല. ആ വാക്ക് കേട്ടത് ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് അല്ലാഹുവിനോട് റസൂലിനോടാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പരലോകത്തെത്താൻ പറ്റുള്ളൂ. ഇതാ ഞങ്ങൾ ചിന്തിച്ചത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടൊരു വേഷം പറഞ്ഞിട്ടുണ്ട്. ആ വേഷമാണ് ഒരു വിശ്വാസി ധരിക്കേണ്ടത്. അവന്റെ വേഷവിധാനം ശ്രദ്ധിക്കണം. അതെല്ലാ അർത്ഥത്തിലുണ്ട്. ഞാൻ ഖേദകരമെന്ന് പറയട്ടെ, ഇപ്പൊ കുറച്ച് ദിവസമായി നടക്കുന്ന ഒരു ചർച്ചയുണ്ട് നമ്മുടെ പാലക്കാടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒരു വ്യക്തി അയാളുടെ പണം മുടക്കിക്കൊണ്ട് ഒരു ജിമ്മ് തുടങ്ങണം. അപ്പൊ അയാൾ അവിടെ കുറച്ച് നിബന്ധനകൾ വെച്ചു. അയാൾ മനസ്സിലാക്കുന്നത് അനുസരിച്ച് കൊണ്ടുള്ള ചില നിബന്ധനകൾ, ആണും പെണ്ണും കൂടിക്കലരുന്നതിനെയും അതേപോലെ തന്നെ മ്യൂസിക് അവിടെ ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ടും ഈ തരത്തിൽ ചില നിബന്ധനകൾ അവിടെ വെച്ചു. അയാൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. എന്റെ കടയിൽ എന്ത് വെക്കണം എന്ന് അയാൾക്ക് തീരുമാനിക്കാം. നമുക്കൊക്കെ ഓരോ ഷോപ്പുണ്ടാകും, കടകളുണ്ടാകും. അവിടെ പാട്ട് വെക്കണോ വെക്കണ്ടേ തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ലേ? ആ ഒരർത്ഥത്തിൽ അയാളത് പറഞ്ഞു. ഇനി ആരെങ്കിലും അതിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം പിന്നെ അവിടെ പാട്ടില്ലല്ലോ ഒന്ന് ചർച്ച വേണ്ട എന്ന് വിചാരിച്ചിട്ട് അയാൾ അതൊരു ഫ്ലക്സ് ആക്കി അല്ലെങ്കിൽ ഒരു പോസ്റ്ററാക്കി വെച്ചു. അതിന് എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ അവിടെ നടത്തിയത്. തീവ്രവാദവൽക്കരിക്കുകയാണെന്ന് പറഞ്ഞിട്ടില്ലേ? എന്തെല്ലാം ആരോപണങ്ങൾ പറഞ്ഞു. അവിടെയൊക്കെ മുസ്ലിം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെയും ചില ആളുകളുണ്ട്, എല്ലാവരുടെയും മതേതര സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നവർ. എന്നാലും എന്താപ്പ പാട്ട് വെച്ചാല്, എന്താപ്പ ഒന്ന് കൂടിക്കലർന്നാല്, എന്താപ്പ ശരീരം ഒന്ന് കാണിച്ചാല്. അവർക്ക് പറഞ്ഞതല്ല ഇസ്ലാം എന്നുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു എലാസ്റ്റിക് മതമല്ല. ഓരോരുത്തർക്ക് അനുസരിച്ചുകൊണ്ട് നീട്ടാനും ചുരുക്കാനും വലിക്കാനും ചേർത്ത് വെക്കാനുള്ളതല്ല. അവിടെ അല്ലാഹു ഒരു നിയമം പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിയമം പറയും. അത് അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് അയാൾ മനസ്സറിഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ ഇത് അനുസരിച്ചേ പറ്റൂ. അതല്ല എനിക്കിതൊന്നും അനുസരിക്കാൻ പറ്റൂല എന്നൊരു നിർബന്ധമല്ല, ഇറങ്ങിപ്പോയിക്കോ, ആരും ഇവിടെ പിടിച്ചു വെക്കൂല. ഇസ്ലാമിന്റെ നിയമം അനുസരിക്കാൻ പറ്റണം. ഇവിടെ നേരത്തെ ഓതിയ ആയത്തുകൾ യാ അയ്യുഹല്ലദീന ആമനു 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 എന്താ പറഞ്ഞതിന്റെ അർത്ഥം? വിശ്വാസികളെന്ന്. ഒരു പക്ഷേ ഈ കുതുബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനങ്ങൾ വരാം, ഒരു പ്രശ്നമല്ല. അള്ളാന്റെ ദീന് പറയാ എന്നുള്ള വിഷയത്തിൽ ഒരു പേടിയില്ലാതെ പറയണം. അവിടെ ഇസ്ലാം പറയുന്ന കാര്യമാണ്. അവന്റെ വേഷവിധാനം എന്തായിരിക്കണം? ശരീരത്തിന്റെ ഔറത്ത് കാണിച്ചുകൊണ്ട് അവൻ കളിക്കുക എന്നുള്ളത് ഒഴിവാക്കപ്പെടണം, സംശയമല്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ആ രൂപത്തിൽ തന്നെ എല്ലാ അർത്ഥത്തിലും ഒരു മുസ്ലിം അങ്ങനെയായിരിക്കും. അവിടെയാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ള പല നിലക്കുള്ള താരരാജാക്കന്മാരെന്ന നിലക്ക് പല രാജ്യങ്ങളുടെയും കളിക്കാരെ നമ്മളിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കളികൾ ഇഷ്ടപ്പെടാം, അവരുടെ വ്യക്തിത്വമല്ല ഇഷ്ടപ്പെടേണ്ടത്. കാരണം അവരിൽ പല ആളുകളും പല തോന്നിവാസങ്ങളുമായിട്ട് ജീവിക്കുന്നത്. കല്യാണം പോലും കഴിക്കാതെ കാലങ്ങളായി ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരില്ലേ? പല നിരക്കും മദ്യം കുടിച്ച് അത് ഫ്ലക്സാക്കി കൊണ്ട് നടക്കുന്ന ആളുകളില്ലേ? പല തോന്നിവാസങ്ങളും ചെയ്തുകൊണ്ട് അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് ചെയ്യുന്നവരില്ലേ? അവിടെയൊക്കെ പലരെയും ഇമിറ്റേറ്റ് ചെയ്യാണ്. ചില കുട്ടികളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുടെ പുറംമൂടിപ്പ് അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കുട്ടികളൊക്കെ വല്ലാതെ കണ്ടിരുന്ന ചില യൂട്യൂബർമാർ, ഒന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല. പണ്ട് മുതലേ പറയുന്നുണ്ട്, ദീനറിഞ്ഞ ആളുകളൊക്കെ പറഞ്ഞു. ആ വ്യക്തികളുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഒരു മുസ്ലിമിന് യോജിക്കുന്നതല്ല. അപ്പോഴും വിമർശിച്ചു ഈ മതത്തിനെയും അത് പറഞ്ഞ ആളുകളെയും. ഇപ്പോഴാ കൃത്യമായി പടച്ചങ്ങനെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. പല ആളുകളും ചെയ്തതും ചെയ്യാനിരിക്കുന്നതും ഇനി പുറത്തേക്ക് വരുന്നതുമായി എന്തെല്ലാം ആഭാസതരങ്ങൾ. ഇവിടെയൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ തുടങ്ങി വെച്ച അതേ വാചകം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കളിക്കുക എന്നുള്ളതോ ഒരു വിനോദത്തിൽ ഏർപ്പെടുക എന്നുള്ളതോ ഒരു ജിമ്മിന് പോകുക എന്നുള്ളതോ ഒന്നും ഇസ്ലാമിൽ തെറ്റല്ല.
അതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ള കളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിനോദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഓട്ടമത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അമ്പെയ്ത്ത് മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ വിശദീകരിച്ചു. അതൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പല കളികളുണ്ടാകും. അതൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ അനുവദിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുകയും എന്നാൽ അതിൽ ഏതെങ്കിലും ഒരു ഹറാം കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഓരോരുത്തരും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കളിയിലും വിനോദത്തിലും ഏർപ്പെടുന്ന ഒരു മുസ്ലിം പാലിക്കേണ്ടതായ ചില മര്യാദകളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തി വന്നത്. അതിൽ ആറാമത്തെ ഒരു കാര്യം, ഏതെല്ലാം കളികളാവട്ടെ ടീമുകളാവട്ടെ അതിനു വേണ്ടി നിൽക്കുമ്പോഴും ഒരിക്കലും സാഹോദര്യ ബന്ധം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ, പരസ്പരം ആക്രമിക്കുന്ന രൂപത്തിൽ, പഴിചാരുന്ന രൂപത്തിലേക്ക് പോകാൻ പാടില്ല. ഇന്ന് പല ആളുകളും ഏതോ ടീമുകൾക്ക് വേണ്ടിയിട്ട് തർക്കം മൂത്ത് പലയിടത്തും കയ്യാങ്കളികളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു മുസ്ലിം ഇങ്ങനെ ആലോചിക്കേണ്ട വിഷയം, നമ്മളിവിടെ ചെയ്യുന്ന ഒരു ഫ്ലെക്സോ ഒരു പോസ്റ്ററോ നമ്മുടെ ആഹ്ലാദ പ്രകടനങ്ങളോ ഒന്നും തന്നെ ആ നാട്ടിലെ ഒരാൾ പോലും കാണുന്നില്ല. നമ്മളിവിടെ ഒരു ഫഖ്റിന് വേണ്ടി, ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി, കിബിറ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീമാണ് കൂടുതൽ പണം മുടക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു ദൂർത്ത് നമ്മൾ ഒഴിവാക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള സംസാരങ്ങളും കിട്ടിയ കപ്പിന്റെ കണക്കും നഷ്ടപ്പെടുത്തിയ ഗോളിന്റെ കണക്കൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ തുടങ്ങാറുള്ളത്. അവിടെ വിശ്വാസം അങ്ങനത്തെ ഒരു ചർച്ച നടക്കുമ്പോൾ തന്നെ മെല്ലെ അവിടുന്ന് എഴുന്നേറ്റ് പോകും. അല്ലെങ്കിൽ മാന്യമായിട്ട് അവരോട് പറയാ, നമ്മൾ നല്ല നിലക്കാണെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളിത് ഒഴിവാക്കണം. കാരണം പല ചർച്ചകളും അങ്ങനെ വന്ന് പിന്നെ വലിയ തർക്കങ്ങളിലേക്കാണ് പോകുന്നത്. ഞാനിവിടെ ഇസ്ലാമികമായ ഒരു ഒരൊറ്റ ചരിത്രം മാത്രം ഓർമ്മപ്പെടുത്തുക. മുറൈസി യുദ്ധം. ആ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി. മുറൈസി യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനു മുസ്തലഖ് യുദ്ധം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുഹാജിറുകളായ ആളുകളുണ്ട്, അൻസാരികളായ ആളുകളുണ്ട്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ മദീനക്കാരനായ ഒരു അൻസാരിയും മക്കക്കാരനായ മുഹാജിറും തമ്മിലൊരു തർക്കമുണ്ടായി. ആ തർക്കം എന്താണെന്ന് വെച്ചാൽ ഒരു വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും തർക്കം മൂത്ത് ചെറിയ സംസാരം ഉണ്ടായി. മുഹാജിറായ സഹാബി അൻസാരിയായ സഹാബി അടിച്ചു. അൻസാരി എന്ന് പറഞ്ഞാൽ മദീനക്കാരനാണ്, ഏറ്റവും കൂടുതൽ മദീനക്കാരാണ് അവരുടെ കൂടെ ഉള്ളത്. ഇത് കേട്ടതും അവരുടെ ആ ഒരു ഗോത്രമഹിമ, ഞങ്ങളുടെ ആൾ എന്ന ആ ഒരു പ്രയോഗം, ഇയാള് വേഗം വിളിച്ചു, മദീനക്കാരെ വരും, എന്നെ അടിച്ചിട്ടുണ്ട്, അഥവാ അൻസാരികളെ വരെ എന്നെ സഹായിക്കും. ഇത് പറഞ്ഞതും മുഹാജിറുകളിൽപ്പെട്ട ആൾ മുഹാജിറുകളെയും വിളിച്ചു. രണ്ട് ടീമുകളായി മാറി. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടൊരു വാക്ക് പറയുന്നത്, മാ ബാലു ദഅവൽ ജാഹിലിയ. ആ വിളി കേട്ടത് നബി ചോദിക്കുന്ന ചോദ്യം, ജാഹിലിയത്തിലെ വിളി ഇപ്പോഴും നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ലല്ലേ? നിങ്ങളിങ്ങനെ എപ്പോഴും ആ ഒരു ഫഖ്റ് പറഞ്ഞ്, അല്ലെങ്കിൽ ഞങ്ങളാണ് വലുത്, ഞങ്ങളാണ് വലുത്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ഇതാരെക്കുറിച്ചായി പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിർ അൻസാർ എന്നൊക്കെ അല്ലാഹ് പറഞ്ഞ ആൾക്കാർ. എന്നിട്ടും അവർ ഞങ്ങളുടെ നാട് അല്ലെങ്കിൽ ഞങ്ങളുടെ ആള് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോഗം നടത്തിയപ്പോഴേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജാഹിലിയത്താട്ടോ, ഈ വിവരല്ലായ്മയാണ്, ഒഴിവാക്കണത്. ഖുർആനിൽ പ്രയോഗിച്ച ആളുകളുടെ പേര് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ നാടിനു വേണ്ടി, ഏതോ ഒരു അമേരിക്കയിലെയോ ആഫ്രിക്കയിലെയോ യൂറോപ്പിലെയോ ഏതോ ഒരു നാട്,
അതിനു വേണ്ടിയിട്ടാണ് ഈ തർക്കം, അതിനു വേണ്ടിയിട്ടാണ് പരസ്പര മത്സരങ്ങൾ ഉണ്ടാകുന്നത്. അത് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ, പരസ്പരമുള്ള സംഘട്ടനങ്ങളൊക്കെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ഒരു വിശ്വാസി മനസ്സിലാക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ. നമ്മൾ എന്തൊക്കെ കളിക്കും, വിനോദത്തിനൊക്കെ ഇറങ്ങിക്കാണെങ്കിലും നമ്മളെ ഈ ലോകത്തേക്ക് അള്ളാഹ് പറഞ്ഞത് എന്തിനാ? ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമ്മളെ കാണട്ടെ. അള്ളാഹ് അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വെറുതെ പറഞ്ഞയച്ചിട്ടില്ല, ഒരു ലക്ഷ്യം. നിങ്ങളെ പറഞ്ഞയച്ചതിന് ഒരു ലക്ഷ്യം. നമ്മൾ ഈ ലോകത്തേക്ക് നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തേക്ക് അള്ളാഹു നമ്മളെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ടോ? അവിടെ നമ്മുടെ കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും നമ്മെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ എല്ലാ മേഖലകളിലും എനിക്ക് അതിലൂടെ എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടും. ആ ഒരു ബോധ്യത്തിലാണ് ഉണ്ടാവുക. നമ്മൾ ഏതെങ്കിലും ഒരു കളി കാണണ്ട എന്നല്ല പറയുന്നത്, കുറച്ചു നേരം കളിക്കണ്ട എന്നല്ല, പക്ഷെ ജീവിതം മുഴുക്കെ അതാണ്. അവരൊക്കെ കളിക്കുന്നതിന് കോടികൾ അവർക്കുണ്ടാകും. എന്നാൽ ഇവിടെയോ പണം നഷ്ടപ്പെടുത്താണ്, വിദ്വേഷങ്ങൾ ഉണ്ടാക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണിക്ക് പോലും പോകാതെ ചില ആൾക്കാർ രാത്രി മുതൽ രാവിലെ വരെ കളി കണ്ടിരിക്കും, എന്നിട്ട് പിറ്റേ ദിവസം ജോലിക്ക് പോകില്ല. അവിടെ ഉമ്മ പട്ടിണിയാണ്, അവരുടെ വീട്ടിൽ പ്രയാസങ്ങളുണ്ട്. പലപ്പോഴും കടം വാങ്ങിയ ആളുകൾ വന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് വെറും കളിയും വിനോദവുമായിട്ട് നിൽക്കുക, അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.